കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA KN ബാലഗോപാൽ, മുൻ MLA ഐഷ പോറ്റി, സംവിധായകനും 2020 നേതാവുമായ അഖിൽ മാരാർ എന്നീ 3 പ്രധാന വ്യക്തിത്വങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മണ്ഡലത്തിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും വിവാദങ്ങളും രൂപപ്പെടുന്നത്. LDF-നായി സിറ്റിംഗ് MLA KN ബാലഗോപാൽ വീണ്ടും സജീവമാകുമ്പോൾ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലാണ് ഇടതുമുന്നണി പ്രധാനമായും വിശ്വാസമർപ്പിക്കുന്നത്. കൊട്ടാരക്കരയിലെ ഇടതുകോട്ട സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കുക എന്നതാണ് LDF-ന്റെ ലക്ഷ്യം. എന്നാൽ മണ്ഡലത്തിലെ മുൻ CPM MLA ഐഷ പോറ്റിയുടെ അപ്രതീക്ഷിത കോൺഗ്രസ് പ്രവേശനം കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ കൂടുമാറ്റത്തെ ചൊല്ലി ഏറ്റവും രൂക്ഷമായ വാക്പോരുകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അഖിൽ മാരാറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും അത് ലഭിക്കാതെ വന്നതോടെയാണ് ഐഷ പോറ്റി ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നാണ് അഖിൽ മാരാർ പരസ്യമായി ആരോപിക്കുന്നത്. വർഷങ്ങളോളം പാർട്ടിയും സാധാരണ പ്രവർത്തകരും നൽകിയ പിന്തുണ മറന്നാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം വിമർശിക്കുന്നു. മറുഭാഗത്ത് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും കോൺഗ്രസിലെ തന്റെ മുൻകാല അനുഭവങ്ങളെയും അഖിൽ മാരാർ തന്റേതായ ശൈലിയിൽ പ്രതിരോധിക്കുന്നുമുണ്ട്. പുതിയ വ്യക്തികളുടെ കടന്നുവരവും അപ്രതീക്ഷിത കൂടുമാറ്റങ്ങളും കൊട്ടാരക്കരയിലെ താഴെത്തട്ടിലുള്ള വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ KN ബാലഗോപാലിലൂടെ വിജയം ആവർത്തിക്കാൻ ലക്ഷ്യമിടുന്ന LDF-ഉം ഐഷ പോറ്റിയുടെ വരവോടെ ഊർജം സംഭരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും അഖിൽ മാരാരെ പോലുള്ളവരുടെ തുറന്നു പറച്ചിലുകളിലൂടെ ശ്രദ്ധ നേടുന്ന പുതിയ രാഷ്ട്രീയ ചർച്ചകളും ഒപ്പം BJP-യുടെ ശക്തമായ സാന്നിധ്യവും കൊട്ടാരക്കരയെ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ട വേദികളിലൊന്നാക്കി മാറ്റുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.